വീക്ക്ലി അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നിൽക്കുന്നതും വീക്ക്ലി ചാർട്ടിൽ തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ കഴിഞ്ഞ വീക്ക് നല്ലൊരു ഡൗൺഫോൾ ഉണ്ടായിരുന്നു. ഡൗൺഫോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വീക്ക്ലി ക്യാൻഡിലായിരുന്നു ഒരു ഡൗൺഫോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ വീക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. അതിനുള്ള കുറച്ച് പ്രോബബിലിറ്റീസ് ആണ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ വീണു എന്നുള്ള കാര്യം നമുക്കൊന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഓൾ ടൈം ഹൈ ഇതാണ്. ഇപ്പം ഞാൻ വരയ്ക്കുന്ന ഇതാണ് ഓൾ ടൈം ഹൈ. ഈ ഓൾ ടൈം ഹൈനെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ നല്ലൊരു വരവ് വന്നിട്ടുണ്ട് താഴോട്ട്. വന്നിരിക്കുന്നത് എവിടെയെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. നോക്കുക, ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഏരിയനെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന പഴയ ആളുകൾക്ക് അറിയാം, കാരണം നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അനാലിസിസ് തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഇംബാലൻസ് ആയിരുന്നു ഈ ഏരിയ. ഈ ഏരിയയിൽ വന്ന് ഇംബാലൻസ് ഫില്ല് ചെയ്ത് മുകളിലോട്ട് പോവുക ചെയ്തത്. അവിടെ നിന്ന് ഇവിടെ സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ടേക്ക് വന്നത്. ഈ താഴോട്ടേക്ക് വരുന്നത് രണ്ട് വിധത്തിൽ താഴോട്ടേക്ക് വരാം. ഒന്നല്ലെങ്കിൽ താഴോട്ടേക്ക് ഇപ്പം ഈ ഏരിയ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ഇംബാലൻസ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ടല്ലോ, ഞാൻ വരച്ച് കാണിച്ചു തരാം. ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഫ്യൂച്ചറിലാണ്, ഒരു ദിവസം 2 ദിവസം കൊണ്ട് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇവിടം വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടം വരെ ഫസ്റ്റ് ഇവിടം വരെ വരാം. അതും കഴിഞ്ഞ് ചിലപ്പോൾ മുകളിലോട്ടൊന്ന് പോയിട്ട് വീണ്ടും താഴത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഇവിടം വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഒരു ഇപ്പോഴൊന്നുമല്ല, ഫ്യൂച്ചറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കാരണം വീക്കിലി ക്യാൻഡിൽ ഇവിടെ പുറപ്പെട്ടിട്ടുള്ളൂ. ചിലപ്പോൾ ഇത് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് വരച്ചു. ഇനി ഇപ്പം നമുക്ക് എന്തായാലും റെസിസ്റ്റൻസ് വേണമല്ലോ. റെസിസ്റ്റൻസ് ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ റെസിസ്റ്റൻസ് ആയി. കാരണം അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടി താഴോട്ട് വന്നുകൊണ്ട് ഓൾറെഡി അതെന്ത് റെസിസ്റ്റൻസ് ആയി. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വീക്കിലി ക്യാൻഡിലും കൂടിയാണ്, വീക്കിലി ചാർട്ടിലും കൂടിയാണ്. നമുക്കത് മാറ്റിയിട്ട് നമുക്ക് ഡേയിലേക്ക് ഒന്ന് പോവാം. ഡേയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കാണാം. കാരണം കഴിഞ്ഞ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. പല ദിവസങ്ങളിൽ ഇവിടെ വന്ന് കുറച്ച് കൺസോൾട്ടേഷൻ ഒക്കെ നടന്ന് ഇവിടുന്ന് കയറിപ്പോയതാണ്. കയറിപ്പോയ ഏരിയയിലേക്ക് തിരിച്ചിറങ്ങിയിട്ട് ഇന്നലെ സംഭവിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ട് പിന്നെ മുകളിലോട്ട് പോയി. മുകളിൽ നിന്നൊരു വീഴ്ച വന്നിട്ട് ഇന്നലെ മുകളിലോട്ട് പോയ ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം. ഇവിടെ ഒരു ഇംബാലൻസിൻ്റെ ചെറിയൊരു പീസ് ഉണ്ട്, ചെറിയൊരു ഏരിയ ഉണ്ട്. അത് ഏരിയയിൽ വന്ന് നിന്നിട്ടാണ് മുകളിലോട്ട് പോയിട്ട് പിന്നെ താഴത്തേക്ക് വീണ്ടും ആ ഏരിയയിലേക്ക് തന്നെ വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ എന്തുണ്ട്, ഒരു ഡേ ക്യാൻഡലിലെ സപ്പോർട്ടുണ്ട്. ഇംബാലൻസ് പ്ലസ് ഡേ ക്യാൻഡലിൻ്റെ സപ്പോർട്ടാണ്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറച്ച് ദിവസങ്ങളിൽ സ്ട്രോങ് ആയിട്ടൊരു കൺസോൾട്ടേഷൻ നടന്നിട്ടാണ് മുകളിലേക്ക് പോയത്. മാർക്കറ്റ് രണ്ട് വിധത്തിൽ നമുക്കിപ്പോൾ പ്രവചിക്കാം. ഒന്ന്, ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ചും കൂടി ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറി പോകുക എന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ആയിട്ടല്ല. നമുക്കിപ്പോൾ 4 ഹവറിലേക്കൊക്കെ മാറ്റുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും സ്ട്രൈറ്റ് ആയിട്ടല്ല പോകാമെന്നുണ്ട് മാർക്കറ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടല്ല എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം, ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് അല്ലേ. ഇതും ഇംബാലൻസ് തന്നെയാണ്, ഫില്ല് ചെയ്യാൻ ഇംബാലൻസ് കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ലോങ് അല്ല, ഒരു ബിഗ് ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ആ ബിഗ് ഇംബാലൻസ് കിടക്കുന്നതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും, ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ചെറിയ റെസിസ്റ്റൻസുകളുണ്ടാവും. ആ റെസിസ്റ്റൻസിൽ തട്ടിയിട്ടാണ് മുകളിലേക്ക് പോകുക. പിന്നെ അതുമാത്രമല്ല, ഇത് വീണത് ഒരു ഷാർപ്പായിട്ടുള്ള വീഴ്ചയാണ്. ഈ ഷാർപ്പായിട്ടുള്ള വീഴ്ചേനെ റിക്കവർ ചെയ്യുക, ഷാർപ്പായിട്ട് തന്നെ റിക്കവർ ചെയ്യാറില്ല, മിക്ക സമയങ്ങളിലും ചെയ്യാറില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും മുകളിലോട്ട് പോകുക. ഒന്നാമത്തെ പ്രവചനമാണ്. രണ്ടാമത്തെ പ്രവചനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടേക്ക് ഒരു റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. ഇവിടേക്ക് എത്തുന്നതിനേക്കാൾ മുന്നായിരിക്കും ഒരുപക്ഷെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു റീടെസ്റ്റ് ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. ഒരു റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ട് ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇരിക്കുന്ന സ്ട്രോങ് ആയിട്ടാണ്, ഇനി കാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ് കൂടി നോക്കിയിട്ട് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഇപ്പോൾ മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസിൽ നിന്ന് നമുക്ക് ഒന്നുകൂടി താഴോട്ടേക്ക് പ്രതീക്ഷിക്കാം, ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയയിലേക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നോക്കിയാൽ കാണാം, ഇവിടെ വന്ന് റീടെസ്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ വന്ന് റീടെസ്റ്റ് തന്നിട്ടുണ്ട്. ആ ഏരിയയിലേക്ക് വീണ്ടും വന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലേക്ക് പോകാനായിരിക്കും കൂടുതൽ സാധ്യത. മുകളിലേക്ക് പോകാനായിരിക്കും കൂടുതൽ സാധ്യത. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ,
ഇവിടുന്ന് നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈനിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഏരിയ ഒന്ന് നോട്ട് ചെയ്യുക, ഈ പറഞ്ഞൊരു ഏരിയ ഒന്ന് നോട്ട് ചെയ്യുക. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ബ്രേക്ക് ഔട്ട് കിട്ടിയിരിക്കുന്നത് 1 ഡേ ക്യാൻഡിലാണ്, 1 ഡേ ചാർട്ടിലാണ്. നമുക്ക് ഞാൻ 4 ഹവറിലേക്ക് മാറ്റി നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. 4 ഹവറിൽ നോക്കി കഴിഞ്ഞാൽ കാണാം എന്താണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഇവിടേക്ക് വന്നിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി, ഇവിടേക്ക് വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങി മുകളിലോട്ട് കയറി പോകാനാണ് ആദ്യത്തെ സാധ്യത കാണുന്നത്. ഇത് ഫോർവേഡിലേക്ക് മാറ്റുന്ന സമയത്ത് നോക്കിയാൽ കാണാം എന്താണ് ഇവിടെയും സപ്പോർട്ട് ഏരിയ ആണ്. മൾട്ടിപ്പിൾ സമയം സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയാൽ കാണാം, ഒന്ന് ഇവിടെ വന്നു, വീണ്ടും ഇവിടെ വന്നു, പിന്നെ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഇതുവരെ റീടെസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു റീടെസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മുകളിലേക്ക് പോയിട്ട് താഴത്തേക്കാണ് റീടെസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. മുകളിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കൺസോൾട്ടേഷനാണ്. അല്ലെങ്കിൽ ഞാൻ എന്താ വിചാരിക്കുക, ഇപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ താഴത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നതാണ് ഞാൻ വിചാരിക്കുക. പക്ഷേ ഈ ഒരു സ്ട്രോങ് കൺസോൾട്ടേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഇവിടെയാണ്, 4 ഹവറിലും ഇവിടെയാണ്. നമുക്ക് ഇനി 1 ഹവറിലേക്ക് നോക്കുമ്പോൾ അതിനേക്കാളും തൊട്ട് മുന്നേ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് 1 ഹവറിലേക്ക് നോക്കി നോക്കാം. 1 ഹവറിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇത് കാണുന്നുണ്ട്. ഇവിടെയാണ് കാണുന്നത്, 1 ഹവറിൽ ഇവിടെയാണ് കാണുന്നത്. ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഇതിലൂടെ സ്ട്രോങ് ആയിട്ടുള്ള എന്ത് കാണുന്നത്, ഇംബാലൻസ് അല്ല സപ്പോർട്ട് കാണുന്നത്. ഞാൻ നേരത്തെ ഇംബാലൻസിൻ്റെ മുകളിൽ ഒരു സപ്പോർട്ട് വരയ്ക്കുന്നുണ്ട്, കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ ഇംബാലൻസ് പ്ലസ് സപ്പോർട്ട് പ്ലസ് ട്രെൻഡ് ലൈൻ, ഇംബാലൻസ് പ്ലസ് സപ്പോർട്ട് പ്ലസ് ട്രെൻഡ് ലൈൻ എന്ന് വെച്ചാൽ ഇതിന് വളരെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഏരിയ, ഏറ്റവും സൂക്ഷിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് ഏറ്റവും സൂക്ഷിക്കേണ്ട ഏരിയ. ഞാൻ സപ്പോർട്ടിന് കളർ ചേഞ്ച് ചെയ്തിരുന്നുണ്ട് കേട്ടോ. സപ്പോർട്ടല്ല, സോറി, റെസിസ്റ്റൻസ്. നേരത്തെയും സപ്പോർട്ടാണ് പറഞ്ഞു തോന്നുന്നത്. ഇവിടെ എന്താണ് ഇംബാലൻസ് പ്ലസ് എന്താ കിടക്കുന്നത്, റെസിസ്റ്റൻസ് പ്ലസ് നിയറസ്റ്റ് ആയിട്ട് എന്ത് കിടക്കുന്നുണ്ട്, ട്രെൻഡ് ലൈൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയയ്ക്കാണ് കാണുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈമിൽ ഒന്ന് വന്നു, പിന്നെ വീണ്ടും വന്നിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് എടുത്തു, വീണ്ടും ഒരു ചെറിയൊരു ടെസ്റ്റ് എടുത്തു, വീണ്ടും വന്ന് ബ്രേക്ക് ചെയ്ത് വന്നു, ഒരു ചെറിയൊരു ടെസ്റ്റ് അവിടെ നിന്നിട്ടുണ്ട്, ഇത് വീണ്ടും താഴത്തേക്ക് വന്നു. അപ്പോൾ വീണ്ടും മുകളിലോട്ട് പോകുകയാണെങ്കിൽ, താഴോട്ടേക്കുള്ള വരവാണെങ്കിൽ എന്താണ് ഇവിടുന്നുള്ള എന്തായാലും ഇവിടുന്നുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഏരിയ പറയുകയാണെങ്കിൽ 2380 2360 എന്ന് വെച്ചാൽ 2360 2380 ഇടയിലുള്ള ഒരു ഏരിയയിൽ നിന്ന് റിട്ടേൺ വരാമെന്നാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഇപ്പോൾ താഴോട്ടേക്ക് വരാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു തിരിച്ചു പോക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റേഞ്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2020 2174 ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് മുകളിലോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതാണ് ഈ വീക്കിലെ അനാലിസിസ്. ഇത് ഞാനിപ്പോൾ 1 ഹവർ വരെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നില്ല. പോകാത്ത കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമെല്ലാം നമ്മൾ ഡെയിലി അനാലിസിസിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇത്രയും കൂടി ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് എടുക്കുക. എപ്പോഴും നമ്മൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കേണ്ടത് ചെറിയ ടൈം ഫ്രെയിമിലാണ്. വലിയ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്തിട്ട് ചെറിയ ടൈം ഫ്രെയിമിൽ ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ്, പാറ്റേൺസ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് പ്രൈസ് ആക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് ചെറിയ ടൈം ഫ്രെയിമിലാണ്. പിന്നെ അത് മാത്രമല്ല പാറ്റേൺസൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ എടുക്കുമ്പോഴാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് കൺട്രോളും കൂടി അതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും അത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇങ്ങനെ പതുക്കെ പഠിപ്പിച്ചു തരാം, എങ്ങനെയാണ് ചെറിയ ടൈം ഫ്രെയിമിൽ വരുന്ന സമയത്ത് നമ്മളെങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്യേണ്ടതെന്നല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അനാലിസിസ് കഴിയാണ്, ഗോൾഡിൻ്റെ അനാലിസിസ് കഴിയാണ്. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം.